ചെറുതുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 19,70,000 രൂപ പിടികൂടിയ സംഭവത്തിൽ കുളപ്പുള്ളി സ്വദേശിയായ CC ജയന്റെ വീട്ടിൽ പരിശോധന. ആദായനികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പണമെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രാഥമിക നിഗമനം. SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് CC ജയന്റെ കുളപ്പുള്ളിയിലെ വീട്ടിലാണ് ആദായനികുതി വകുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയത്. നേരത്തെ ചെറുതുരുത്തി കലാമണ്ഡലത്തിനു സമീപം തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ വാഹന പരിശോധനയ്ക്കിടെ CC ജയന്റെ കാറിൽ നിന്നും 19,70,000 രൂപ പിടികൂടിയിരുന്നു. പുതിയ വീടിന്റെ നിർമ്മാണാവശ്യങ്ങൾക്കായി ടൈലെടുക്കാനായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു എന്നതായിരുന്നു പോലീസിനോട് CC ജയൻ നൽകിയ മൊഴി. ഇതേ തുടർന്നാണ് ഷൊർണൂർ പോലീസും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും കുളപ്പുള്ളിയിലെ CC ജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആകെ 25 ലക്ഷം രൂപ കാനറ ബാങ്കിൽ നിന്നും പിൻവലിച്ചതായാണ് ചോദ്യം ചെയ്യലിനിടെ ജയൻ പോലീസിനോട് പറഞ്ഞത്. ഇതിൽ 19,70,000 രൂപയാണ് കാറിൽ നിന്നും കണ്ടെത്തിയത്. ബാക്കിയുള്ള 5 ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെത്തി. പണം കണ്ടെത്തിയത് ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ നിന്നായതിനാൽ പോലീസിന് പണം നിയമപരമായി സീസ് ചെയ്യാനും സാധിക്കില്ല. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പണമെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വീടിന്റെ നിർമ്മാണ സാധനങ്ങൾ വാങ്ങാൻ പോവുകയായിരുന്നുവെന്ന CC ജയന്റെ മൊഴി തെറ്റാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഡ്രൈവറെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ചേർത്തലയ്ക്കാണ് പോകുന്നതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഇരുവരുടെയും മൊഴിയിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.